ആരാധകരെ ആവേശത്തിലാക്കി തരുൺ മൂർത്തിയുടെ അടുത്ത ചിത്രം പ്രഖ്യാപിച്ചു. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ പിറന്ന തുടരും സിനിമയുടെ വിജയ ആഘോഷത്തിനിടെയാണ് പുതിയ ചിത്രം പ്രഖ്യാപിച്ചത്. ഈ സംവിധായകന്റെ 3 ചിത്രങ്ങളും ഹിറ്റടിച്ചതോടെ അടുത്ത ചിത്രത്തിന് വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത്. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം തുടരും തുടക്കം മുതൽ ഗംഭീര അഭിപ്രായവുമായി തിയേറ്ററിൽ മുന്നേറുകയാണ്. 6 ദിവസം കൊണ്ടാണ് തുടരും 100 കോടി ക്ലബിലെത്തിയത്. ഇതിന്റെ ആവേശം ആരാധകരിലും അണിയറ പ്രവർത്തകരിലും ഒരുപോലെ അലതല്ലുമ്പോഴാണ് അടുത്ത ചിത്രത്തിന്റെ പ്രഖ്യാപനം. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഫഹദ് ഫാസിൽ, നസ്ലിൻ, തമിഴ് താരം അർജുൻ ദാസ്, ഗണപതി എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ടോർപീഡോ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ടോർപീഡോ എന്ന പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കി. എന്നാൽ ടോർപീഡോ എന്ന പേരിന് പിന്നിൽ എന്താണെന്നാണ് പലരുടെയും സംശയം. കപ്പലുകളെയോ അന്തർവാഹിനികളെയോ ആക്രമിച്ച് കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിരുന്ന സ്വയം പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ മിസൈലാണ് ടോർപീഡോ. അന്തർവാഹിനികൾ, കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധയിടങ്ങളിൽ നിന്ന് ടോർപീഡോകൾ വിക്ഷേപിക്കാൻ കഴിയും. നാവികയുദ്ധത്തിൽ ടോർപീഡോകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മരവിപ്പിക്കുക അല്ലെങ്കിൽ പക്ഷാഘാതം വരുത്തുക എന്ന് അർത്ഥം വരുന്ന ലാറ്റിൻ പദമായ ടോർപീഡയിൽ നിന്നാണ് ടോർപീഡോ എന്ന പദം ഉത്ഭവിച്ചത്. 18ാം നൂറ്റാണ്ടിൽ വൈദ്യുതാഘാതം ഏൽപ്പിച്ച് ഇരയെ മരവിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് റേ ഫിക്ഷനെ വിശേഷിപ്പിക്കാനാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. പിന്നീട് കപ്പലുകളെ പ്രവർത്തനരഹിതമാക്കാനും നശിപ്പിക്കുവാനും രൂപകൽപ്പന ചെയ്ത സ്ഫോടക വസ്തുക്കൾ എന്നർത്ഥം വരുന്ന നാവിക യുദ്ധത്തിന് ഈ പദം സ്വീകരിക്കുകയായിരുന്നു. സിനിമയുടെ പോസ്റ്ററിൽ ഒരു വെടിയുണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് കാണാനാകും. ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ കുറിച്ചായിരിക്കും സിനിമയിൽ പറയാൻ പോകുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, തിങ്ങി നിറഞ്ഞ വീടുകളും പോസ്റ്ററിൽ കാണാൻ സാധിക്കും. യാത്ര തുടരുന്നു. ടോർപീഡോ ഉപയോഗിച്ച് നമ്മൾ ആഴമേറിയ വെള്ളത്തിലേക്ക് മുങ്ങുന്നു എന്നൊക്കെ കുറിച്ചുകൊണ്ടാണ് തരുൺ ഈ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. ബിനു പപ്പുവാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത്. സുഷിൻ ശ്യാം ഒരിടവേളയ്ക്ക് ശേഷം സംഗീത സംവിധായകനായി തിരിച്ചു വരുന്ന എന്ന പ്രത്യേകതയും ടോർപീഡോയ്ക്കുണ്ട്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ സംവിധായകനാണ് തരുൺ മൂർത്തി. ജിംഷി ഖാലിദാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. വിവേക് ഹർഷൻ എഡിറ്റിംഗും കൈകാര്യം ചെയ്യുന്നു. ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനർ ഒരുക്കുന്നത് വിഷ്ണു ഗോവിന്ദാണ്. ഗോകുൽദാസ് കലാസംവിധാനവും മഷർ ഹംസ വസ്ത്രാലങ്കാരവും നിർവഹിക്കുന്നു. സുപ്രീം സുന്ദറാണ് ചിത്രത്തിന് വേണ്ടി ആക്ഷൻ ഒരുക്കുന്നത്. സെൻട്രൽ പിക്ചേഴ്സ് ആണ് ടോർപീഡോ വിതരണം ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻസ് ഓഫ് റേ എന്റർടൈൻമെന്റ്സ് ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രമാണ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റേതായി തിയേറ്ററിൽ എത്താനിരിക്കുന്ന അടുത്ത ചിത്രം. ഫഹദ് ഫാസിൽ നായകനാകുന്ന ചിത്രത്തിൽ കല്യാണി പ്രിയദർശനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അൽതാഫ് സലീമാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്.